വർഷത്തിനിടെ ഇന്ത്യയിൽ വൻ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടില്ലെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാവൽക്കാരന്റെ 5 വർഷത്തെ കാവലിൽ ഏതെങ്കിലും വലിയ സ്ഫോടനം ഉണ്ടായോ? 5 വർഷം മുമ്പ് വരെ ആരെ തടയാനാണോ സാധിക്കാതിരുന്നത് അവരെ തടയാമെന്ന് തെളിയിച്ചത് ആര്? അത് സാധ്യമാക്കിയത് ആര്? അത് ചെയ്തതാര് എന്ന് ശനിയാഴ്ച ബംഗളൂരുവിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി സംസാരിച്ചു. പുൽവാമ, ഉറി ഭീകരാക്രമണങ്ങൾ മറന്നാണ് പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചത്. മോദിയുടെ വാക്കുകളിലേക്ക്. चौकीदार के 5 वर्ष की चौकीदारी में कोई बड़ा धमाका हुआ क्या? 5 वर्ष पहले तक जिनको रोक पाना नामुमकिन लगता था, उसको मुमकिन किसने किया? किसने मुमकिन किया? किसने बनाया? चौकीदार के 5 वर्ष की चौकीदारी में कोई बड़ा धमाका हुआ क्या? 5 वर्ष पहले तक जिनको रोक पाना नामुमकिन लगता था, उसको मुमकिन किसने किया? किसने मुमकिन किया? കാവൽക്കാരനാണെന്ന് പലവട്ടം ആവർത്തിക്കുന്ന മോദിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. കള്ളപ്രസംഗം. കർണാടകയിലാണ് മോദിയുടെ വാക്കുകൾ ഉണ്ടായത്. കാവൽക്കാരന്റെ 5 വർഷത്തെ കാവലിൽ ഏതെങ്കിലും വലിയ സ്ഫോടനം ഉണ്ടായോ എന്നാണ് മോദി കർണാടകയിൽ ജനങ്ങളോട് ചോദിക്കുന്നത്. പുൽവാമ അടക്കമുള്ള വിഷയങ്ങളെ മറന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തന്ത്രമായി മോദി പച്ചക്കള്ളം പറയുന്നത്. മോദിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി. चौकीदार के 5 वर्ष की चौकीदारी में कोई बड़ा धमाका हुआ क्या? 5 वर्ष पहले तक जिनको रोक पाना नामुमकिन लगता था, उसको मुमकिन किसने किया? किसने मुमकिन किया? किसने बनाया? മോദിയുടെ വാക്കുകളാണ് കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേഷ് ചേരുകയാണ്. രാജേഷ്, പുൽവാമ അടക്കമുള്ള വിഷയങ്ങളെ മോദി മറന്നാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്, പച്ചക്കള്ളം പ്രസംഗം നടത്തുന്നത്. എന്താണ് ഈ പ്രസംഗത്തിന്റെ വിവരങ്ങൾ? മോദിയുടെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ജോർജറ്റ്, ബിജെപിയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. ജാതിയുടെയോ മതത്തിന്റെയോ അതേപോലെ തന്നെ സൈനികരുടെ പേരിലോ വോട്ട് കണ്ടെത്തുന്നതിന് സാധിക്കില്ല. അത്തരത്തിലുള്ള പ്രവണത ചട്ടലംഘനമാണെന്നും ഇതൊന്നും വകവയ്ക്കാതെയാണ് മോദിയുടെ ഇപ്പോഴത്തെ ഈ പ്രസംഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനാസ്പദമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായി. അതിൽ നിന്നൊക്കെ വിഭിന്നമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. 5 വർഷത്തിനെതിരെ ഇന്ത്യ വൻ ഭീകരാക്രമണത്തിൽ നടന്നിട്ടില്ല എന്നും അവകാശവാദിയാണ് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭീകരാക്രമണം നടന്നു എന്നതല്ല ഇതിൽ പ്രസക്തമായ കാര്യം. സൈനികരുടെ പേര് പറഞ്ഞ് വോട്ട് ബാങ്ക് നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിലൊരു പ്രവണത ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് വസ്തുത നിരക്കാത്തതാണ്. കാവൽക്കാരന്റെ 5 വർഷത്തെ കാവലിൽ ഏതെങ്കിലും വലിയ സ്ഫോടനം ഉണ്ടായോ എന്ന ചോദ്യത്തിന് ഒരു തരത്തിലുള്ള ഒരു ഉത്തരം നൽകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. 5 വർഷം മുമ്പ് വരെ ആരെ തടയാനാണോ സാധിക്കാതിരുന്നത് അവരെയെല്ലാം തടഞ്ഞു എന്നും അത്തരത്തിൽ അത് സാധ്യമായത് ആര് കാരണമെന്നും ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഒരു പരാജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും വോട്ട് ബാങ്ക് നിറയ്ക്കുക, അതിലൂടെ കൂടി കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് ബിജെപിയുടെ ഭാഗത്തു നിന്നും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ തന്നെ ശബരിമല വിഷയം അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും അതുപോലെ തന്നെ സൈനികരുടെ പേര് പറഞ്ഞ് വോട്ട് ബാങ്ക് നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ബിജെപി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് എന്തായാലും രാജേഷിലേക്ക് തിരികെ എത്താം. എന്തായാലും രാജ്യസ്നേഹം വിളമ്പുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പച്ചക്കള്ളം തന്നെ പറയേണ്ടി വരുന്നു. രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് മോദി ചോദിക്കുന്നു. കാവൽക്കാരനെന്ന് മോദി പറയുമ്പോൾ തന്നെ മോദി ഇങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കണ്ണടച്ചിരുട്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് മോദി നടത്തുന്നത്. ഇപ്പോൾ സി പി നാരായണൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സി പി നാരായണൻ, മോദിയുടെ വാക്കുകളെ എങ്ങനെ കാണാൻ കഴിയുന്നു? ജനങ്ങളെ
കണ്ണടച്ച് ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ഇത് കാണാൻ കഴിയുമോ? ഇത്തരം പച്ചക്കള്ളം പ്രസംഗിക്കുന്നതിന് പിന്നിൽ എന്താണ് ലക്ഷ്യം? പുൽവാമയിൽ വീരമൃത്യു വരിച്ച 44 ജവാന്മാരെ അടക്കം മോദി കൈവിടുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം രാജ്യത്ത് വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടായോ എന്നാണ് മോദി കർണാടകയിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. ഈ മോദി ഇപ്പൊ കുറെ ദിവസമായിട്ട് പച്ചക്കള്ളം പറയുന്ന ആള് ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞതിന്റെ കൂടെ ചൗക്കിദാർ ചൂട്ട് ഹേ എന്ന് കൂടി പറയേണ്ടി വരും. പച്ചക്കള്ളം നമ്മളിപ്പോ അത് ഓരോ സംസ്ഥാനത്ത് പോകുമ്പോഴും അദ്ദേഹം നുണകളുടെ ഒരു പരമ്പരയാണ് ഇറക്കി വിടുന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യവും അവർക്ക് BJPക്ക് പ്രചരണം നടത്താൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ഈ നിങ്ങൾ പറഞ്ഞ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ കാര്യം മാത്രമല്ല, അത് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ നിങ്ങൾ തന്നെ പരാമർശിച്ചത് പോലെ ശബരിമല പറ്റിയിട്ട് ആർക്കും ഒന്നും പറയാൻ കഴിയാത്തൊരു സ്ഥിതി വന്നത് കോടതി വിധി മൂലമാണ്. ആ കോടതി വിധി ഇവിടെ ഈ ഹൈക്കോടതിയുടെ വിധി വരാൻ കാരണം, അതുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത് സംബന്ധിച്ച നിർദ്ദേശം വരാൻ കാരണം BJP തന്നെയാണ്. BJPയും കോൺഗ്രസും കൂടി കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം ഉള്ള മാസങ്ങളിൽ ഇവിടെ കെട്ടഴിച്ചു വിട്ട ആക്രമണങ്ങളുടെ, ജനങ്ങളുടെ മേലെ, സ്ത്രീകളുടെ മേലെ എല്ലാം ആക്രമണം അയച്ചു വിട്ടതിന്റെ ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശബരിമലയെ കുറിച്ച് യാതൊന്നും പറഞ്ഞുകൂടാ എന്ന്, പരാമർശം പാടില്ല എന്നുള്ള നിർദ്ദേശം വേണ്ടി വന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ മേഖലയിലും നോക്കിയാൽ, യുദ്ധത്തിന്റെ കാര്യം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് മറ്റോരോ മേഖല നോക്കിയാലും ഇപ്പൊ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ബാങ്കുകൾ കടം എഴുതി തള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ BJPയുടെ ഭരണകാലത്ത്, മോദിയുടെ ഭരണകാലത്ത് അത്തരത്തിലൊന്നും നടന്നിട്ടില്ല. അതിനു മുമ്പേ UPAയുടെ ഭരണകാലത്താണ് എല്ലാം നടന്നത് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് RBI തന്നെ, റിസർവ് ബാങ്ക് തന്നെ പുറത്തുവിട്ടത് ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയുടെ കടം മോദി ഗവൺമെന്റിന് കീഴിൽ എഴുതി തള്ളി എന്നുള്ളതാണ്. അതിനാണ് ശ്രീ CP നാരായണൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഒരുപക്ഷെ റാഫേലിൽ പോലും സുരക്ഷാ രേഖകൾ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രേഖകൾ കളവ് പോയി എന്ന് കള്ളം പറഞ്ഞാണ്, കോടതിയിൽ കള്ളം പറഞ്ഞ സാഹചര്യമാണ്. വികസനവും ജനക്ഷേമവും രാജ്യസുരക്ഷയും ഒന്നും പറയാനില്ലാത്തപ്പോൾ നിരന്തരം കള്ളം പറയുന്നു. അത് കോടതിയിൽ കള്ളം പറയുന്നു, ഇപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിൽ കള്ളം പറയുന്നു. പുൽവാമ പോലെ വലിയൊരു സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ ഒരു വീര ജവാനെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിക്കാൻ 3 ദിവസങ്ങളോളം കാത്തിരുന്ന ഒരു രാജ്യമാണ്. അക്കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടായില്ല എന്ന് മോദി പറയുന്നത്. ഭരണത്തിന്റെ ഒറ്റ രംഗത്തിൽ പോലും മോദിക്ക് എന്തെങ്കിലും മികവ് അവകാശപ്പെടാനില്ല. എന്തെങ്കിലും മികവുണ്ടെങ്കിൽ രാജ്യത്തിന്റെ പണം നശിപ്പിച്ചതിൽ, അത് നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടായാലും വേണ്ടില്ല, പൊതുമേഖലാ ബാങ്കുകളിലെ കടം എഴുതിത്തള്ളുക, അത് എഴുതിത്തള്ളേണ്ടി വന്നത് കള്ളന്മാരായ ആളുകൾ, വൻ ചെറിയ കള്ളന്മാരല്ല, വൻ കള്ളന്മാരുടെ, അവർക്ക് ലോൺ എടുത്തു കൊടുക്കാൻ എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുത്ത് അവസാനം ആ കടമൊക്കെ എഴുതിത്തള്ളേണ്ട സ്ഥിതി വരിക. ഇങ്ങനെ ഓരോ മേഖലയിലും അത് തന്നെ സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന കണക്കനുസരിച്ചാണ് മോദി അധികാരത്തിൽ വരുമ്പോൾ മൊത്തം GDPയുടെ 49% 1% ആളുകളുടെ കയ്യിൽ സ്വത്തായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് 73% എന്ന് പറയുന്നു. 24% വർധനവ് വരുത്തി. 24% വർധനവ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50 ലക്ഷം കോടി രൂപയാണ്. എന്നാലും ശ്രീ CP നാരായണൻ ദയവായി തുടരുക. ഇപ്പോൾ BJP നേതാവ് JR പത്മകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ JR പത്മകുമാർ, കർണാടകയിലാണ് മോദി പറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും വലിയ ഭീകരാക്രമണം ഉണ്ടായോ എന്ന് മോദി ചോദിക്കുന്നു. രാജ്യത്തിന് തടയാൻ കഴിയാത്തവരെ ആരാണ് തടഞ്ഞത്? താൻ കാവൽക്കാരനാണ് എന്ന് അരക്കിട്ടുറപ്പിക്കാൻ മോദി പറയുന്നത് രാജ്യത്ത് ഭീകരാക്രമണം നടന്നില്ല എന്ന തരത്തിൽ പച്ചക്കള്ളമാണ്. എങ്ങനെയാണ് താങ്കൾ ഇക്കാര്യത്തെ നിരീക്ഷിക്കുന്നത്? എന്താണ് അഭിപ്രായം?
അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിനെ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നതിന് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷെ യഥാർത്ഥ വസ്തുത അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം. നമ്മുടെ പാർലമെന്റ് ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ മഹാൻ നഗരങ്ങൾ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. UPS ഭരണകാലത്ത് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെയും പ്രധാന കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലായിരുന്നു. ഹൈദരാബാദ്, ബാംഗ്ലൂര്, ബോംബെ തുടങ്ങിയ ഒട്ടേറെ സ്ഥലങ്ങളിൽ അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അതിർത്തിയുമായി ബന്ധപ്പെട്ട് ശത്രു രാജ്യം നമ്മളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നു, അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നു, തിരിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ പറഞ്ഞ പുൽവാമ ആക്രമണത്തെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞതിന്റെ പ്രധാന കാരണം ഇതാണ്. നമ്മുടെ രാജ്യത്തിന്റെ നഗരങ്ങളെയും ജനങ്ങളെയും ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞ 5 വർഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട് ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് ഇതര സംസ്ഥാനങ്ങൾ NDA ഗവൺമെന്റ് ഭരണകാലത്ത് ഭീകരവാദ ആക്രമണത്തിൽ അതുപോലെ തന്നെ മറ്റ് സാമൂഹിക വിരുദ്ധയുടെ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സ്പിരിറ്റ്. ആ രീതിയിലാണ് എടുക്കേണ്ടത്. താങ്കൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും എങ്ങനെ മോദിക്ക് പറയാൻ കഴിയുന്നു രാജ്യത്തെ സുരക്ഷിതമായി നയിക്കാൻ കഴിഞ്ഞുവെന്ന്? രാജ്യം കാത്തു പരിപാലിക്കുന്ന ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. 44 പേർ ഒറ്റ സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത്. അതിനപ്പുറം പട്ടാൻകോട്ട് മുറിയിലും സൈനിക താവളമാണ് ആക്രമിക്കപ്പെട്ടത്. രാജ്യത്തെ നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടില്ലെങ്കിൽ പോലും സൈനികർ തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥ. ഒരുപക്ഷെ സിവിലിയൻസ് കൊല്ലപ്പെടുന്നതിലും ഭീകരമാണ്. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് അതിർത്തി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ കുറെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ മാവോയിസ്റ്റുകൾ കുറെ ആക്രമണത്തിന് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മൊത്തത്തിൽ നോക്കുമ്പോൾ കാശ്മീരും അതനുബന്ധിച്ച പ്രദേശങ്ങളിലായിട്ട് ആക്രമണങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മോഡി അധികാരത്തിൽ കൊണ്ട് എല്ലാം ഒരു ദിവസം കൊണ്ട് ആക്രമണങ്ങളൊക്കെ തീവ്രവാദികളൊക്കെ മതിയാക്കുമെന്ന് ചിന്തിക്കാൻ കഴിയും. പക്ഷെ അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതിപ്പം മറ്റ് ഇതര ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്കറിയാമല്ലോ ഓരോരുത്തർ ഗവൺമെന്റുകൾ എടുക്കുന്ന നിലപാടുകൾ ഓരോ സമയത്ത്. ഇപ്പൊ കേരളത്തിൽ തന്നെ എത്ര ഈ വെടിവെപ്പാണ് നടന്നിട്ടുള്ളത്, എത്ര ആളുള്ള നമ്മുടെ ഔദ്യോഗികമായിട്ട് ഒരു ആദർശത്തിന് വേണ്ടി എന്ന് അവർ പറയുന്നു, അക്രമം നടത്താതെ ആദർശത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവരുടെ ആശയം ശരിയാണെന്ന് തോന്നുന്ന ആളുകളെ വെടിവെച്ചു വന്ന 2 ഇൻസിഡന്റ് കേരളത്തിൽ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിട്ട് അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. 2 തവണ. പക്ഷേ ഈ ന്യായീകരണങ്ങളൊക്കെ എങ്ങനെ അത് ജനങ്ങൾ ഏറ്റെടുക്കും? ഒന്ന് നോക്കൂ, രാജ്യം ഭരിക്കുന്ന ഒരു സേനയുടെ താവളത്തിലെത്തി ഏറ്റെടുത്ത് BJPയോടൊപ്പം നിൽക്കുകയല്ലേ ഈ ന്യായീകരണങ്ങൾ. എങ്ങനെയെങ്കിലും മോഡിയെ എങ്ങനെയാണ് അത് ജനങ്ങൾ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ അറിയാം. പക്ഷെ ഒന്ന് ഓർക്കൂ, രാജ്യം ഭരിക്കുന്ന പട്ടാളക്കാരുടെ താവളത്തിലാണ് ഭീകരാക്രമണങ്ങൾ നടന്നത്. അത് തടയാൻ മോദിക്ക് കഴിഞ്ഞില്ല. നിരവധി ജനങ്ങൾ കൊല്ലപ്പെട്ടു. അതിർത്തിയിലായിക്കോട്ടെ, കാശ്മീരിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? കാശ്മീരിൽ തന്നെ മറ്റ് 800-ലധികം സൈനികർ മോദിയുടെ ഭരണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായി. സുഹൃത്തെ, അന്ന് 1000 പേജുള്ള കുറ്റപത്രം തയ്യാറാക്കി മോഡി ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ 1000 കിലോ ബോംബോടെ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എവിടെ 1000 കിലോ ബോംബ് വർഷിച്ചിട്ട് എന്ത് കാര്യം? 300 കിലോ ബോംബുമായി കാശ്മീരിലെത്തിയ ഒരാളെ കണ്ടെത്താൻ ഈ കാവൽക്കാരന് കഴിഞ്ഞില്ല. അന്ന് ഒരു ചെറിയ ജാഗ്രത, ഇപ്പോൾ ഈ പറയുന്ന ഈ ബീഫ് കണ്ടെത്താൻ കാണിക്കുന്ന പകുതി ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ 44 ജവാന്മാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. 44 നിങ്ങൾ അന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയ ജവാന്മാരുടെ തിരിച്ചു വന്ന ബോഡി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എത്ര കിലോ ആണിയാണ് ഓരോ ജവാന്റെയും ശരീരത്തിൽ നിന്ന് എടുത്തതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കള്ളപ്രചരണങ്ങളൊന്നും നിങ്ങൾ നടത്തിയിട്ടൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇന്ത്യ നയിക്കാൻ കഴിവുള്ള നേതാവ് മോഡിയാണ്. അതുകൊണ്ട് ജനങ്ങളൊപ്പം നിൽക്കുന്നത് ഒരു ഭയവും വേണ്ട. ജനങ്ങൾ മോഡിയുടെ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട്, NDAയുടെ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട്. 23 കഴിഞ്ഞ് നമുക്ക് കാണാം. ഈ പട്ടാളക്കാർക്ക് പരിക്കേൽക്കുന്നത് യുദ്ധമുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാവൽക്കാരൻ എന്ന് പറയുന്ന ആൾ എങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുൽവാമ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിൽ നിന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് മോദി വരുന്നത്. എങ്ങനെ രാജ്യം സുരക്ഷിതമായിരുന്നു കഴിഞ്ഞ 5 വർഷം എന്ന് പറയുമ്പോൾ അല്ല, നമ്മുടെ അനീതിക്കെതിരായിട്ട്, അക്രമത്തിനെതിരായിട്ട്, കള്ളപ്പണത്തിനെതിരായിട്ട്, മയക്കുമരുന്നിനെതിരായിട്ട് ഈ എല്ലാ സ്ഥലത്തും കാവൽക്കാരായിട്ട് ജനങ്ങൾ മുന്നോട്ട് മോഡിയോടൊപ്പം. ആ സന്ദേശവും നിങ്ങൾ ഇപ്പൊ തമാശയാണ് പറഞ്ഞെങ്കിലും ആക്ഷേപിക്കാനാണ് പറഞ്ഞെങ്കിലും ഞാനും കാവൽക്കാരനാണ് എന്നുള്ള ഒരു പ്രചരണം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ മാലിന്യങ്ങൾക്കെതിരായിട്ടുള്ള അതിന്
ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതിന്റെ കാവൽക്കാരായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കള്ളപ്പണത്തിനും കരിഞ്ചന്തയ്ക്കും എതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ്. അതെ, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ കാവൽക്കാരനാണ് എന്ന് മോദി അവകാശപ്പെടുന്നു. വിശ്വാസത്തിന്റെ കാവൽക്കാരനാണ്, അതിർത്തിയുടെ കാര്യങ്ങൾ കാവൽക്കാരനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ കാവൽക്കാരനാണെന്ന് പറയുന്നതിന് പോലും പച്ചക്കള്ളം പറയേണ്ടി വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മോദിയുടെ ഈ വാക്കുകൾ. ഒരു കള്ള തെളിവില്ല. യഥാർത്ഥത്തിൽ എല്ലാത്തിനും കാവൽക്കാരനാണ്. പക്ഷെ കാവൽക്കാരാകേണ്ട ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു. കേരളത്തിൽ ഡാം തുറന്നിട്ട് 350 ആളുകളെ കൊന്നിട്ട് ഇപ്പം നല്ല സന്തോഷത്തിലിരിക്കുന്ന കേരളത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് സത്യത്തില്. ന്യായീകരണം മറ്റൊരു വഴിക്ക് പോകുന്നു. എന്തായാലും മോദിയുടെ വാക്കുകൾക്ക് BJP വക്താവ് നൽകിയ ഉത്തരമാണ് ഈ ഇപ്പോൾ കേട്ടത്. മോദി കാവൽക്കാരനാണ് എന്ന് തന്നെ ഉള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും CP നാരായണൻ കൂടി ടെലിഫോണിൽ തുടരുന്നുണ്ട്. നന്ദി JR പത്മകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. CP നാരായണനിലേക്ക് പോകുന്നു. ശ്രീ CP നാരായണൻ, JR പത്മകുമാർ പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ മോദിയുടെ വാക്കുകളെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എങ്ങനെ കാണുന്നു? അദ്ദേഹം ഈ മോദി ഈ നുണ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടെ ചൗക്കീദാർമാരും എല്ലാവരും പറയുന്നു പറഞ്ഞില്ലേ. ഈ ചൗക്കീദാരായ പത്മകുമാറും പറയുന്നത് ഈ പച്ചക്കള്ളം തന്നെയാണ്. ഉദാഹരണത്തിന് അദ്ദേഹം അവസാനം പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ പ്രളയകാലത്തുണ്ടായ മോദിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ IMD കാലാവസ്ഥാ വകുപ്പും അവരുടെ ജലം നിയന്ത്രിക്കുന്ന ജലനിയന്ത്രണ ബോർഡും കേന്ദ്രത്തിന്റെ അവർ രണ്ടുപേരും പറഞ്ഞത് മഴ പെയ്തതിന്റെ ഫലമായിട്ടാണ്. സാധാരണ ഉണ്ടാകുന്ന ഏതാണ്ട് 2500 ക്യൂബിക് മീറ്റർ വെള്ളം കിട്ടേണ്ട സ്ഥാനത്ത് 14,000 ക്യൂബിക് മീറ്റർ വെള്ളം ആഗസ്റ്റ് 15, 16, 17 തീയതികളിൽ ഇവിടെ മഴ പെയ്തുണ്ടായതിന്റെ ഫലമായിട്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് അവർ കണക്കുകൾ നിരത്തി സമർപ്പിച്ചിട്ടുണ്ട്. നമ്മളല്ല പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ആധികാരികമായി പറയാൻ അവകാശപ്പെട്ട വകുപ്പുകൾ അതിന്റെ നേരെ കണ്ണടച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ഇപ്പോ മോദിയും മോദിയുടെ ശിഷ്യന്മാരും ചെയ്യുന്നത്. ഇത് തന്നെയാണ് പ്രളയത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം. ഇവിടെ ഏറെ തർക്കം നടന്നുണ്ട്. കോൺഗ്രസുകാരും ഇത് തന്നെ പറഞ്ഞു നടന്നിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് ബന്ധപ്പെട്ട വകുപ്പുകൾ ആധികാരികമായി പറഞ്ഞതിനെ നിഷേധിച്ച് കള്ളം പറയുന്നു. ഇതാണ് എല്ലാ കാര്യത്തിലും. കണക്കുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ മുന്നിൽ വസ്തുതയായി നിൽക്കുന്ന പുൽവാമ പോലെയുള്ള ഭീകരാക്രമണങ്ങളുണ്ട്. അതിനെ പോലും മറച്ചു വെക്കുന്ന രീതിയിൽ കള്ളം പറയുകയാണ്. അത് ജനങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെ ന്യായീകരണം. അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ളതാണ് JR പത്മകുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. എങ്കിൽ പോലും ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് എന്തിന് എന്നുള്ള ചോദ്യം തന്നെയാണ് നിൽക്കുന്നത്. രാജേഷിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. രാജേഷ്, വിശ്വാസവും ആചാരവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് അത് സംരക്ഷിക്കുമെന്ന് പറയുന്ന ആളുകളാണ് മോദിയും കൂട്ടരും. അവർക്ക് രാജ്യസുരക്ഷയെ, ജനങ്ങളുടെ സുരക്ഷയെ രക്ഷിക്കാൻ പോലും പച്ചക്കള്ളം തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. എന്താണ് മോദിയുടെ ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? അതിന് പിന്നിലുള്ള രാഷ്ട്രീയ തന്ത്രം എന്താണ്? മോദി ഭരണം ഒരു പരാജയം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നോട്ട് നിരോധനം പോലെയുള്ള പല രീതിയിലുള്ള പുരോഗമന ചിന്താഗതിയിൽ ഉള്ള പല പല കാരണങ്ങൾ മോദി ഭരണത്തിലൂടെ കൊണ്ടുവരേണ്ടതുണ്ടായി. പക്ഷെ അതിലൊന്നും ഒരു നല്ലൊരു സ്ഥിരതയാർന്ന ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ മോദി ഭരണത്തിന് സാധിച്ചില്ല എന്നാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. ഇനി എങ്ങനെയെങ്കിലും വോട്ട് ബാങ്ക് നിറയ്ക്കുക, സൈനികരുടെ പേര് പറഞ്ഞെങ്കിലും വോട്ട് ബാങ്ക് നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോദിയുടെ ഈ വാക്കുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വോട്ട് തന്ത്രം മാത്രമാണ് മോദിയുടെ വാക്കുകളിലുണ്ട്. അത് ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുമെന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. പത്താൻകോട്ട് അടക്കമുള്ള, പുൽവാമ അടക്കമുള്ള ഭീകരാക്രമണങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവിടെ വീരമൃത്യു മരിച്ച ജവാന്മാരെ പോലും മറന്നുകൊണ്ടാണ് രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടായില്ല എന്ന് മോദി കർണാടകയിൽ പറഞ്ഞത്. 50% വിവിപാറ്റ് എണ്ണണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം സുപ്രീം കോടതിയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും പ്രതിപക്ഷം. സുപ്രീം കോടതി തീരുമാനത്തിൽ തൃപ്തിയില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ CPIM-ഉം പങ്കെടുത്തു. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, പ്രതിപക്ഷം ഒരിക്കൽ കൂടി 50% വോട്ടുകൾ എണ്ണണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. എന്താണ് വിവരങ്ങൾ?
ജോർജറ്റ് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ 23 പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിൽ യോഗം ചേർന്ന് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന യോഗത്തിൽ CPM, CPI, കോൺഗ്രസ്, ആം ആദ്മി, സമാജ്വാദി ഉൾപ്പെടെയുള്ള 23 പ്രതിപക്ഷ പാർട്ടികളാണ് പങ്കെടുത്തത്. ഈ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതിയിൽ നിന്നും നേരത്തെ ഉണ്ടായ വിധി അനുസരിച്ച് ഓരോ മണ്ഡലത്തിലെയും 5 വിവിപാറ്റുകൾ എണ്ണുക എന്നതാണ്. എന്നാൽ ആ വിധിയിൽ തങ്ങൾ തൃപ്തരല്ല. ഈ 5 എന്നതിന് പകരം 50% വിവിപാറ്റുകൾ എണ്ണണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ വിഷയത്തിൽ വിവിപാറ്റ് എണ്ണുന്ന വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതായത് ഇവർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ വിവിപാറ്റ് ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോൾ 7 സെക്കൻഡുകൾ കാണിക്കുമെന്നാണ്. ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് വിവിപാറ്റ് മെഷീനിൽ 7 സെക്കൻഡ് ദൈർഘ്യത്തിൽ കാണിക്കുമെന്നാണ്. എന്നാൽ അതല്ല, പല മണ്ഡലങ്ങളിലെ വെച്ചിരിക്കുന്ന വിവിപാറ്റുകളിൽ 3 സെക്കൻഡുകൾ മാത്രമാണ് ഈ വിവിപാറ്റുകളിൽ കാണിക്കുന്നത്. ഇത്തരത്തിൽ സുപ്രീം കോടതിയെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആശങ്കകളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ 5% അല്ല 50% വോട്ടുകൾ എണ്ണണമെന്ന ആവശ്യമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ 3 മണിക്ക്. നമസ്കാരം.